ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അത്ര സേഫ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു യാത്ര ഇപ്പൊ നടത്തേണ്ടി വന്നിട്ടുള്ളത്. അതെ, നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നല്ലേ, കുറച്ച് ദിവസമായിട്ടേ നല്ല സ്റ്റൊമക് പെയിനും വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്. ഡോക്ടർ പറയട്ടെ എന്താ കാരണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോമ്പെടുക്കുമ്പോഴേ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാത്തതിന്റെ ഒരു പ്രോബ്ലം ആണെന്നാണ്. ഇനി എന്താണെങ്കിലും ഡോക്ടർ തന്നെ അത് പറയട്ടെ. അപ്പോഴേ യാരക്കുട്ടീനെയും അഫ്കുട്ടീനെയും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നും അല്ല, അവർക്കുള്ള ഡ്രസ്സ് കൂടി ഈ സമയത്ത് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇന്ന് കുട്ടീസിന് മാത്രമേ ഡ്രസ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും എടുക്കുമ്പോഴേ ഇവരെ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഡ്രസ്സ് എടുപ്പ് ഒന്നും നടക്കത്തില്ല. ഇവരുടെ പിന്നാലെ നമ്മൾ ഓടി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നെടുത്ത് കഴിഞ്ഞാലേ അന്നെടുക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകണ്ടല്ലോ. അതാണ് നമ്മളുടെ ഉദ്ദേശം, ഒരു ദുരുദ്ദേശം, അത്രേ ഉള്ളൂ. എപ്പൊ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് യാരയും ബഫേ ഉണ്ടെങ്കിലും ഈ ഒരു സ്ഥലം കഫറ്റേരിയയും അതുപോലെ തന്നെ ഈ ഒരു പ്ലേ ഏരിയയും അവർ മിസ്സാക്കാറേ ഇല്ല. ഇത് രണ്ടും അവരെ ഫേവറേറ്റ് സ്ഥലമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടുന്ന് അവരെ വിളിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു ബുദ്ധി പ്രയോഗിച്ചിട്ടോ. വേറൊന്നുമല്ല, വേഗം വരുവാണെങ്കിലേ ലുലുവിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. രണ്ടും വേഗം ചാടി വണ്ടിയിൽ കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. ഫാഷൻ സ്റ്റോറിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. പക്ഷെ ഞങ്ങളെക്കാൾ മുന്നേ എന്നും ഞാൻ പറയാറില്ലേ, വഫക്കുട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കിടന്ന് ഓടാൻ വേണ്ടിയിട്ട് പുറകെ ഇവർ രണ്ടുപേരും എന്നും ഇതുപോലെ തന്നെ ഓടാറുണ്ട്. ഞാൻ ഇന്ന് ഓടിയില്ല കേട്ടോ, കാരണം എനിക്കറിയാം അവള് എവിടെ വരെ പോകുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെ കാണിക്കുന്നായിരുന്നു കേട്ടോ എന്റെ അടുത്ത ആലോചന. അങ്ങനെ ഞാൻ ആലോചിച്ചു കൊണ്ട് നിന്നപ്പോ യാരക്കുട്ടിയും അഫക്കുട്ടിയും പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ഉടുപ്പ് മതിയെന്ന്. ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഉടുപ്പൊക്കെ വേഗം സെറ്റാക്കി കൊടുത്തട്ടോ. എന്നിട്ട് ഞാൻ ബില്ലടിക്കാൻ പോയപ്പോ അതിനേക്കാൾ മുന്നേ അവർ രണ്ടുപേരും അവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെയും പൊക്കിയെടുത്തു, വേഗം വിട്ടു കേട്ടോ. അല്ലെങ്കിൽ ഇനിയും ബില്ലിന്റെ എണ്ണം കൂടുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങിയപ്പോഴേ അവിടെ നിന്ന് നല്ല സ്വീറ്റ് കോണും അവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടോ. ഇനി ഈ വണ്ടി വീട്ടിൽ മാത്രം നിർത്തത്തുള്ളൂ. അപ്പോഴേ ഞങ്ങളുടെ വീഡിയോയും അതുപോലെ തന്നെ ഞങ്ങളെയും ഇഷ്ടപ്പെട്ടെങ്കിലേ ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.